ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഫൈനൽ പാർട്ട് സ്റ്റോറി. നമ്മൾ ജിമ്മിന് വന്ന ഹീറോയിനോട് ഉറങ്ങുക. ജിമ്മിന് രാവിലെ ജിമ്മിന് ഓർത്തായിരുന്നു ഹീറോയിന്. എന്ത് പറ്റി? ജിമ്മിന് ഹീറോയിനെ നോക്കും. മുറയ്ക്കരുത്, ഈ എന്തിനെ മുറയ്ക്ക് നിങ്ങൾ എന്ന് പറഞ്ഞത്. ജിമ്മിന് പറയായിരുന്നു കുളിച്ച് റെഡി ആയിട്ട് പോയെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ജിമ്മിന് പോയി ഫസ്റ്റ് ഹീറോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ജിമ്മിൻ കുളിക്കാൻ പോയിരുന്നു. ഹീറോയിൻ ഒമികക്കായിരുന്നു. എന്താ ഉണ്ടാക്കാൻ എൻ്റെ ഹസ്ബൻഡൊക്കെ എന്ത് പിടിക്കുമോ? ഹസ്ബൻഡൊക്കെ ഇന്ത്യൻ ഫുഡ് ഓക്കെയാണ് പറഞ്ഞായിരുന്നു. ശരി പായ. ഇങ്ങനെ ജിമ്മിനൊക്കെ ഫുഡെല്ലാം റെഡിയല്ലാക്കി വിളിക്കായിരുന്നു ജിമ്മിന് വന്നായിരുന്നു. എൻ്റെ ബേബി ചേർന്നു. ബേബീനെ ഹീറോയിൻ്റെ ഉമ്മ പിടിച്ച് കൊഞ്ചാൻ തുടങ്ങിയാണ് ബേബി. ഹായ്ക്ക് നമ്മളിപ്പോൾ കിടാവും നമ്മളെ ജിമ്മിൻ്റെ ബേബിക്ക് ഇപ്പോൾ 3 വയസ്സായി. ഞങ്ങളുടെ ഫുഡെല്ലാം വിളിക്കായിരുന്നു. ജിമ്മിൻ്റെ ബേബി പറഞ്ഞു മമ്മി എന്നെ ഹീറോയിൻ നോക്കും. ജിമ്മിൻ നോക്കി മുറിക്കായിരുന്നു. ജിമ്മിനിക്ക് എന്ന് പറയാൻ ജിമ്മിൻ ചിരിക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാറുണ്ട്. ഹീറോയിൻ ബേബീസ് നന്നായി കെയറിങ് ചെയ്തായിരുന്നു. അങ്ങനെ ബേബി ഹീറോയിനെ നന്നായിട്ട് കെയറിങ് മമ്മി എന്ന ഹീറോയിൻ്റെ പുറകെ പറഞ്ഞു. ജിമ്മിനൊക്കെ കൺഫ്യൂസായി. എന്താ ചെയ്യുന്നതെന്ന് ജിമ്മിനക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ജിൻ കോൾ ചെയ്ത ജിമ്മിൻ്റെ ചേട്ടനാണ്. ജിൻ ഫോൺ ചെയ്തായിരുന്നു. ജിമ്മിൻ നീ എന്താടാ വരുന്നില്ല? ചേട്ടാ ഞാൻ ഇന്ത്യയിൽ തന്നെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ജിമ്മിന് പറഞ്ഞത്. ഇടികെട്ട ഹീറോയിൻ്റെ ജിമ്മിൻ്റെ ചേട്ടനക്ക് ഷോക്കായിരുന്നു. എന്താടാ പറയാ? അതെ ചേട്ടാ, ഞാൻ ചെയ്യാൻ പോകുന്നത്. ജങ്കുക്ക് എന്താ ചെയ്യുന്നത്? അവനിവിടെ നിന്നുണ്ടോ? ജങ്കുക്കിനോട് വരാൻ പറയുന്നു. ജങ്കുക്കിനോട് പറഞ്ഞു. ജങ്കുക്ക് ഓക്കേടാ എന്ന് പറഞ്ഞു. അവർ ജിമ്മിൻ ജങ്കുക്ക് ഈ കൊറിയയിലെ കുറച്ച് സാധനങ്ങൾ ജങ്കുക്ക് വന്ന് ഇവിടെ സെറ്റിലായി. ജങ്കുക്ക് പറഞ്ഞ ഒരു ഇവിടെ ഇങ്ങനെയായിട്ട് ഫ്ലാറ്റെല്ലാം ജങ്കുക്ക് കെട്ടിയായിരുന്നു. ജങ്കുക്ക് ഫ്ലാറ്റും എല്ലാം കെട്ടി, ഗസ്റ്റ് ഹൗസ് ഫ്ലാറ്റെല്ലാം കെട്ടി ജിമ്മിൻ പറഞ്ഞ അവിടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കോളേജ് ഫേമസ് കോളേജായിരുന്നു. ജങ്കുക്കും ജിമ്മിൻ കോളേജ് റൺ ചെയ്യാമായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഇവരുടെ ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ജങ്കുക്കും മാരേജായി ഇവിടെ സെറ്റിലായി. ജങ്കുയുടെ അച്ഛനമ്മ പറയുന്നു പോവമ്മ. ജങ്കുക്ക് പറയായിരുന്നു ഞാനിവിടത്തുണ്ടോ ജേഹപ്പ് അവിടെ ഉണ്ടല്ലേ, അവൻ തന്നെ നോക്കൂ. ജങ്കുക്കൻ ചേട്ടൻ ജേഹപ്പ് പറയായിരുന്നു എന്നടാ നീ അവിടെ പോയിട്ട് സെറ്റിലായിടാ. പോ ചേട്ടാ ഞാനിവിടെ തരാം, ചേട്ടൻ അവിടെ കമ്പനി നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭയങ്കര സെറ്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേബീസ് പിന്നെ കുറച്ച് ഡേയ്സ് പോയി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച ട്വിൻസ് ജനിച്ചായിരുന്നു ഫസ്റ്റ്. അതുകൊണ്ട് ഹീറോയ്ക്ക് ട്വിൻസ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയെ ജിമ്മിന് മനസ്സിലായി 2 ട്വിൻസാ. അപ്പോൾ പിന്നെ ഒരു ബേബി കയറിയത്. ജിമ്മിനൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് ജിമ്മിനും അമ്മയും ഹീറോയിനും അമ്മയും ജിമ്മിനെ നോക്കായിരുന്നു. ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്ക് ജിമ്മിനൊക്കെ വായി വളർന്ന് നോക്കായിരുന്നു. ജിമ്മിന് എന്ത് തളർച്ചയായിരുന്നു. ട്വിൻസ് അങ്ങനെ ജിമ്മിന് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതന്നെ ജിമ്മിന് ഭയങ്കര ബേബീസിനെ നന്നായിട്ട് കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. 2 ബോയ് ബേബി ഒരു ഗേൾ ബേബിയാണ്. ഫസ്റ്റ് ഗേൾ ബേബി, 2 ബോയ്സ് ബേബിയാണ്. ജിമ്മിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേബീസ് നന്നായിട്ട് ക്യാരിങ് ചെയ്യുന്നത്. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് ബേബീസ് നന്നായി ക്യാരിങ് കൊഞ്ചായിരുന്നു. അപ്പോൾ ഒരു സോൾ വന്നായിരുന്നു. ജിമ്മിനെ നോക്കിയിട്ട് അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിട്ട് പോയായിരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്ന് ജിമ്മിനെ നോക്കി ചിരിച്ചിട്ട് ഇവരായിട്ട് തടഞ്ഞിട്ട് ആ സോൾ ഇവിടെ നിന്ന് മറിഞ്ഞു പോയായിരുന്നു. അങ്ങനായിട്ട് ആ സോൾ എവിടേക്ക് ആകാശത്തിലായിട്ട് പോയായിരുന്നു. അവിടെ ഒരു ഗോഡ് ഉണ്ടായിരുന്നു. ഭൂമിയിൽ പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ റോസ് പറയായിരുന്നു. എന്ത് ചെയ്യാ, ഒരുപാട് കഷ്ടപ്പെട്ട അവരെ ഒന്നിപ്പിക്കണോ. അതിന് ഗോഡ് കേൾക്കായിരുന്നു. നീ എന്തിനുമാ എന്നെങ്കൾ പൂജന സെലക്ട് അങ്ങനെ ഗോഡ് ചോദിയായിരുന്നു. അവൾക്ക് എൻ്റെ ഹസ്ബൻഡ് നല്ല ക്രഷ് ആയിരുന്നു. അതുമാത്രമല്ല അവൾ നല്ല കുട്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് കറക്റ്റ് പെണ്ണാണ്. അതുകൊണ്ട് സെലക്ട് ആക്കിയത്. അതുമാത്രമല്ല അവൾ നല്ല കെയറിങ് എന്നെ മാത്രമാണ് അവൾ സ്വീറ്റ് ഗേളാണ്. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട അവളെ ഇവിടേക്ക് വരുത്തിയത് എന്ന് ജിമ്മിൻ്റെ വൈഫ് വീട്ടിൽ തന്നെ ചിരിച്ചിട്ട് പറയായിരുന്നു. ഇരിയായിട്ട് ഗോഡൊക്കെ ഷാക്കായിരുന്നു. എന്താ മതി പറഞ്ഞ ഗോഡ് കാണില്ല, അതിലൊരു ഗോഡ് ഒരു സെക്രട്ടറി ആയിരുന്നു. ആ സെക്രട്ടറി അവൾ ബുക്ക് വരച്ചായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പോയത്. അതിലവൾ ഫോട്ടോ കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവളെ തേടി പോയി ഇന്ത്യക്ക് പോയി കൊറിയക്ക് വരുത്തിയതാണ്. എല്ലാം എൻ്റെ പ്ലാനാണ്. ഗോഡ് നടന്ന കാര്യം മൊത്തം പ്ലാനും ഗോഡ്ക്ക് ഷാക്കായിരുന്നു. എല്ലാം എൻ്റെ പ്ലാനാ. അപ്പോൾ 2 ബോയ്സ് അല്ല അവർക്കും ഇവളെ ഓൾറെഡി കണ്ണുണ്ടായിരുന്നു. ഞാനാ ഇവിടെ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവളെ മാരേജ് ചെയ്യിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചിരിച്ചിട്ട് പറയായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ടിനെ എല്ലാം ഞാൻ ഹീറോയിൻ്റെ ഫ്രണ്ടിനാ അതെ അവളെ വീട്ടിലേക്ക് അവൾ വരട്ടിയ അവളെ ഡോക്ടറെല്ലാം വരട്ടിയതല്ല ഞാനാണ്. അപ്പോൾ അവൾക്ക് വന്ന ഡോക്ടറായിട്ട് വന്നത് അതും ഞാൻ തന്നെയാണ്. പിന്നെന്ത് ചെയ്യുക, എൻ്റെ ഹസ്ബൻഡ് മാഫിയായിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ പറയായിരുന്നു ചിരിച്ചിട്ട്. എല്ലാ പ്ലാനായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിനെ നോക്കുക.
ജിമ്മിനിക്ക് ഭയങ്കര ഹാപ്പിയായി ജിമ്മിനൊക്കെ എനിക്ക് ഞാൻ അവർ കുട്ടി കഴിച്ചു എനിക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു ഹീറോയ്ക്ക് ഒരു ക്യൂട്ടായിട്ട് ഒരു ഗേൾ ബേബി ജനിച്ചായിരുന്നു. അത് റോസായിരുന്നു. റോസ് കേട്ടായിരുന്നു എനിക്ക് പോയി അവർ കുട്ടികളായിട്ട് ജനിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. റോസായി ഹീറോയ്ക്ക് കുട്ടിയായിട്ട് ജനിച്ചായിരുന്നു. അപ്പോൾ ഗോഡ് പറയായിരുന്നു നിൻ്റെ വിഷ് ഞാൻ നേരത്തെ വീട്ടി എന്ന് പറഞ്ഞു ഗോഡ് പറയായിരുന്നു. ഇവർ എത്ര ഹാപ്പി ഫാമിലിയാണ് എന്ന് പറഞ്ഞ് ആ ഗോഡ് ഭയങ്കര സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ റോസിനെ കാണുമ്പോൾ ജിമ്മിന് ആ കുട്ടീനെ എക്സ് വൈഫ് മാറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോസ് എന്ന പേരിട്ടായിരുന്നു. ഹീറോയി പറയുന്നത് നല്ല പേരാ എന്ന് പറഞ്ഞ് ഹീറോയി ചിരിച്ചായിരുന്നു. ഹീറോയി ഒരു ഫീൽ ചെയ്യില്ല നല്ല ഗേളായിരുന്നു അതുകൊണ്ട് ഇട്ടായിരുന്നു. അപ്പോൾ റോസ് പറഞ്ഞ ആ കുട്ടി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഗോഡ് നല്ല കാര്യം എന്ന് പറഞ്ഞിരുന്നു പോയിരുന്നു. ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്കിൻ്റെ ബേബി വന്നായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു എന്താ അവിടെ നടക്കുന്നതെന്ന് ജങ്കുക്ക് ബേബി പറയായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു എന്താടാ എന്ന് പറയായിരുന്നു. രണ്ടുപേരും ഓർക്കായിരുന്നു. ജിമിൻ പറയുന്നു എന്തിനടാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ജങ്കുക്ക് പറയുന്നത് എല്ലാം എൻ്റെ കഷ്ടോടാ ഇത് വെച്ച് എന്ത് ചെയ്യാനാ. ജങ്കുക്ക് ട്വിൻസാണ് ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി. അതിനായിട്ട് ജിമ്മിന് പറയായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു ഫാമിലീസിലായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ അത് ജിമ്മിനോട് നോക്കി ഹീറോയിൻ പാട്ട് പാടാൻ പറഞ്ഞായിരുന്നു. ഹീറോയിനോട് ജിമ്മിൻ പറയായിരുന്നു പാടിടിയെന്ന് പറയുന്നു. ജിമ്മിൻ പറയായിരുന്നു ഹീറോയിനോട്. ഹീറോയിൻ ചെന്നു ഞാൻ ഒന്നും പാടുന്നില്ല പോടാ എന്ന് പറഞ്ഞതിന് ഹീറോയിനെ പിടിച്ച് വെച്ച് മറട്ടായിരുന്നു. ഹീറോയിൻ ഒരു പാട്ട് പാടിയായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ലൊരു പാട്ട് നല്ല പാടി ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഡേയ്സ് ഭയങ്കര പോവുമായിരുന്നു. കുട്ടികളെല്ലാം വളർന്ന് വലുതായി. അതുകൊണ്ടല്ല റോസ് വളർന്ന് വലുതായി ഒരു ആറ്റിറ്റ്യൂഡ് ക്വീനായിട്ട് മാറിയായിരുന്നു. അങ്ങനായിട്ട് ജിന്നിൻ്റെ പറയായിരുന്നു ആറ്റിറ്റ്യൂഡ് ക്വീനായിട്ട് മാറിയാൽ പിന്നെ പടി പിടിച്ച് വരായിരുന്നു. 2 ബേബീസ് ഇടിച്ചായിരുന്നു. അതുകൊണ്ട് അപ്പുറം എല്ലാവരും വളർന്നതായിരുന്നു ഇടിച്ചായിരുന്നു. ജങ്കുക്ക് ബേബി പിടിച്ചായിരുന്നു റോസിനോട് ബ്യൂട്ടി ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടി പിടിച്ച് വായിച്ചിട്ട് അവർ 2 പേർക്ക് ഉണ്ടാക്കിയായിരുന്നു. ഹീറോയി ചിരിക്കായിരുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. ബൈ ബൈ ഫ്രണ്ട്സ്. കണ്ടിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ടാടാ ബൈ ബൈ സി യു ടാടാ ഹാപ്പി എൻഡിങ്.